പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കൊരു 1-ാം തീയതി കർത്താവ് നൽകി. ഈ ഓഗസ്റ്റ് 1-ാം തീയതി എത്ര മനോഹരമായി കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കുന്നെന്ന് ആലോചിച്ച് നോക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്നേഹിതരെ, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, എൻ്റെ എല്ലാ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഓരോ നിമിഷവും നമ്മൾ വേദനകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്നവരാണ്, ശരിയാ. പക്ഷേങ്കിൽ അപ്പുറമായി ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വന്ന് നിറയുമ്പോൾ ആ വേദനകളൊന്നും ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. കാരണം നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ യേശുപ്പച്ചൻ എത്ര വേദന സഹിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത യേശു നമുക്ക് വേണ്ടി സഹിച്ച പീഡകളും വേദനകളും ഓർക്കുമ്പോൾ ഇന്ന് നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ മക്കളല്ലേ? ആ പ്രിയ മക്കളുടെ അവകാശത്തോട് നമ്മളൊന്ന് കർത്താവിനോട് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പ്ലാനും പദ്ധതി എന്താണ്? എനിക്ക് വേണ്ടി എന്താ അങ്ങ് കരുതി വച്ചിരിക്കുന്നത്? എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തരാൻ അങ്ങ് കരുതി വച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എനിക്ക് തന്നെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങനെ നമ്മൾ ഏറ്റുപറയണം. നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരത്തിൽ ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് കർത്താവ് നമുക്ക് ആവശ്യമായതൊക്കെ തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്, ഒരുപാട് പീഡകൾ സഹിച്ചവരാണ്. കാരണം യേശു അനുഭവിച്ച പീഡകളുടെ മുമ്പിൽ അവർക്കറിയാം അവർ അനുഭവിക്കുന്നത് ഒന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി മാത്രം ജീവിച്ച ആ അപ്പോസ്തലന്മാരെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വരുന്ന എല്ലാ നന്മകളുടെ ഉറവിടമായ സ്വർഗീയ പിതാവ് നമ്മെ എത്രമാത്രം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് കൊണ്ടു നടക്കുന്നു. അത് ഓർക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ദൈവത്തെ വർണ്ണിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ദൈവം നമുക്ക് വേണ്ടതൊക്കെ നൽകി, വേണ്ടത് വേണ്ട സമയത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവ്. ഹല്ലേലൂയ. ആ പിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, ആ പുത്രനോട് ചേർന്ന് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ നേടിയെടുത്താലും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിൽ ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല, ഒരു പ്രയോജനവുമില്ല. ഇല്ല. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയിൽ, ആ കരത്തിൽ നമ്മളൊന്ന് മുറുകെ പിടിക്കണം. പ്രിയപ്പെട്ടവരെ, മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ 4 വഴിക്കൊന്ന് ഞെരുക്കം ഉണ്ടാകാം. ആ ഞെരുക്കത്തിൻ്റെ നടുവിൽ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ തല ഉയർത്തി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവിച്ചറിയുന്ന സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ കരം നിങ്ങളെ എല്ലാം മൂടട്ടെ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്ന നാം അങ്ങനെയാണ് താനും. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയായി മാറണം, ദൈവത്തിൻ്റെ മക്കളായി, തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി മാറണം. പിതാവായ ദൈവമേ, എന്നോട് പ്രാർത്ഥന ചോദിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹവാത്സല്യം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധ കരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും മരുമക്കളുടെയും കുഞ്ഞുമക്കളുടെയും എല്ലാം മേലും ഇരിക്കട്ടെ. കർത്താവിൻ്റെ കരം ഇരിക്കട്ടെ, കർത്താവിൻ്റെ കരുണയിൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.